ഇടുക്കി അണക്കരയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കട്ടപ്പന, മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി, CR ആർക്കേഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പം, ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി. വണ്ടൻമേട് പോലീസ് സ്റ്റേഷന്റെ കീഴിൽ അണക്കര ടൗണിൽ ചക്കുപള്ളം പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ മുകൾ നിലയിലാണ് വർഷങ്ങൾക്ക് മുൻപ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് കുറേക്കാലം അടച്ചുപൂട്ടിക്കിടന്ന സ്ഥാപനം 2023 ജൂൺ 13 പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം പുനരാരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം നിലച്ച് അടച്ചുപൂട്ടിയതോടെ പോലീസിന്റെ അത്യാവശ്യ ഇടപെടലുകൾക്ക് വലിയ താമസം വരുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാരും വ്യാപാരികളും പറയുന്നു. വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഏറ്റവും വലിയ ടൗണാണ് അണക്കര. അതുപോലെ തന്നെ സ്കൂളുകൾ, കോളേജുകൾ ഒക്കെയുള്ള ഒരു വലിയ ടൗൺ തന്നെയാണ് അണക്കര. അണക്കര എയ്ഡ് പോസ്റ്റിൽ പോലീസുകാരില്ലാതിരിക്കുന്നത് പതിവായിരിക്കുകയാണ്. നിരന്തരമായിട്ട് നമ്മൾ എന്തെങ്കിലും സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ മാത്രം പേരിന് കുറച്ച് ദിവസത്തേക്ക് പോലീസിനിടും, പിന്നീട് പിൻവലിക്കും. ഇപ്പോൾ അണക്കരെ സംബന്ധിച്ചുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയായിട്ട് അണക്കര മാറിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇവിടെ എയ്ഡ് പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നിലവിൽ അണക്കര ടൗണുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായാൽ 10 കിലോമീറ്റർ അകലെ വണ്ടൻമേട്ടിൽ നിന്നുമാണ് പോലീസ് എത്തേണ്ടത്. ഇത് പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുമുണ്ട്. എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്ന സമയം ടൗണിലെ ഗതാഗത നിയന്ത്രണം, പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. സ്കൂൾ സമയങ്ങളിൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പോലീസിൻ്റെയും ഹോംഗാർഡിൻ്റെയും നിരീക്ഷണം ഉണ്ടായിരുന്നത് ഏറെ പ്രയോജനം ചെയ്തിരുന്നു. പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും അത്യാവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, ഇടുക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അതെ, വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത്. അതുമല്ലോ നിനക്കറിയൂ. എന്റെ പപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗവേഷണോ? അതെന്തിനാ മമ്മി? നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? അത് തന്നെ അല്ലായിരുന്നു എന്റെ മനസ്സിലും. വീടുകൾ, ഷോപ്പുകൾ, ആരാധനാലയങ്ങൾ, ഫാക്ടറികൾ, ഡിസ്പ്ലേ സെന്ററുകൾ, ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു. ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കട്ടപ്പന, മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി, CR ആർക്കേഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പം, ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി.